ഉത്തമഗീതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം, ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം തിരുവചനം. ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം തിരുവചനം. അവിടെ മണവാട്ടിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന്തുന്ന സൈന്യത്തെ പോലെ ഭയദയും ആയ ഇവൾ ആരാണ്? ഇതാ മണവാളന്റെ മണവാട്ടിയെ കുറിച്ച് ഉത്തമഗീതത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഉത്തമഗീതം 6:10. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന്തുന്ന സൈന്യത്തെ പോലെ ഭയദയും ആയ ഇവൾ ആരാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മണവാട്ടിയായ ഇസ്രായേലിനെ കുറിച്ചുള്ളൊരു പഠനമാണിത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വെളിപാട് പുസ്തകം അധ്യായം 12 1 കാണുന്ന സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, ശിരസിൽ 12 നക്ഷത്രങ്ങളെ മുടിയായി ധരിച്ച സ്ത്രീയെ കുറിച്ച് 3 വീക്ഷണങ്ങളാണ്. ഒന്നാമത്തെ വീക്ഷണം ഇതാണ്: ഇത് മിശിഹായുടെ മാതാവായ പരിശുദ്ധ അമ്മ. രണ്ടാമത്തെ വീക്ഷണം ഇതാണ്: മിശിഹായുടെ ഭൗതിക ശരീരമായ സഭ. മൂന്നാമത്തേത് ദൈവത്തിന്റെ മണവാട്ടിയായ ഇസ്രായേല്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് മരിയോത്സവത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോ ഒന്നാമത്തെ വീക്ഷണം നമ്മൾ കൂടുതൽ വ്യക്തമായിട്ടൊന്ന് കാണുകയ്യ. മിശിഹായുടെ മാതാവായ പരിശുദ്ധ അമ്മയെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമാണ് അർത്ഥമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറ്റു 2 അർത്ഥങ്ങൾ കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മൾ വെളിപ്പാട് പുസ്തകം അധ്യായം 12 ഒന്ന് വ്യാഖ്യാനിക്കുകയാ. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. സൂര്യൻ യേശുവാണെന്ന് നമ്മൾ കണ്ടു. സൂര്യന്റെ പ്രത്യേകത, സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു. സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു, ഒപ്പം നമുക്ക് ചൂടും നൽകുന്നു. പ്രകാശം എന്ന് പറയുന്നത് ദൈവത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ കണ്ടുമുട്ടി വചനങ്ങളിലൂടെ ദൈവത്തെ സൂചിപ്പിക്കുന്നു, നന്മയെ സൂചിപ്പിക്കുന്നു. ഇനി പ്രകാശത്തിന്റെ വിപരീതം എന്താണ്? അന്ധകാരം. അന്ധകാരം, ഇരുട്ട് ആരെ സൂചിപ്പിക്കുന്നു? അത് തിന്മയെ സൂചിപ്പിക്കുന്നു, സാത്താനെ സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവൾ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ത്രീയാണ്. ഹല്ലേലൂയ. ഇനി അവളുടെ പാദത്തിൽ ചന്ദ്രനാണ്. ചന്ദ്രനും സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ലോകത്തിന് പ്രകാശം തന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങളും പ്രകാശം നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞ ഈ സ്ത്രീ മുഴുവൻ അങ്ങോട്ട് പ്രകാശത്തില് കുളിച്ചു നിൽക്കുകയാ. അതുകൊണ്ട് മറിയം എന്ന വാക്കിന് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊരർത്ഥം കൂടിയുണ്ട്. മറിയം എന്ന വാക്കിന് സ്ത്രീയെന്നും സുന്ദരിയെന്നും ഒക്കെ പല അർത്ഥം കൊടുക്കുന്നുണ്ട്. അതില് മനോഹരമായ ഒരർത്ഥമാണ് മറിയം എന്ന വാക്കിന് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ സ്ത്രീയിൽ അന്ധകാരമില്ല, തിന്മയുടെ കറ അല്പം പോലുമില്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്, ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും കറ അല്പം പോലും ഏശാത്ത സ്ത്രീയാണ് പരിശുദ്ധ മാതാവ്. കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അന്ധകാരം അല്പം പോലുമില്ല, തിന്മ അല്പം പോലുമില്ലാത്ത ഈ സ്ത്രീക്കല്ലാതെ മറ്റാർക്കാണ് തിന്മക്കെതിരെ പടവെട്ടാനായിട്ട് മധ്യസ്ഥം കൊടുക്കുക? അപ്പോ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടൊരു ശുശ്രൂഷയ്ക്ക് കയറി നിൽക്കുമ്പോ വലിയൊരു അഭിഷേകമുണ്ടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, ജോയ്ക്കുട്ടി ബ്രദറെ, തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോയി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത്. ഇവള് ഒരു ആൺകുട്ടിയെ പ്രസവിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്.
അത് നമ്മൾ കണ്ടു. വെളിപാട് 12:5. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവൻ ആണ് അവൻ. പക്ഷെ ഒരു കുഴപ്പം, ഈ ആൺകുട്ടിയെ പ്രസവിക്കാനായിട്ട് ഇവൾ നിൽക്കുമ്പോൾ ഈ ആൺകുട്ടിയെ വിഴുങ്ങാനായിട്ട് ഒരു ഉഗ്ര സർപ്പം വായി തുറന്ന് ഇവളെയും കാത്ത് നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരണമുണ്ട്. പ്രത്യേകിച്ച് വെളിപാട് 12:2 മുതൽ അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി, സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സർപ്പത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണമൊക്കെ വ്യാഖ്യാനിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥമായ സഭയെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകളൊക്കെ ഇതിന്റെ അകത്തേക്ക് വന്നു ചേരുന്നുണ്ട്. സഭ കടന്നുപോയ പീഡനങ്ങളൊക്കെ. ഏതായാലും നമ്മൾ പരിശുദ്ധ അമ്മ എന്ന സംശയം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ ധ്യാനിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ കണ്ടുമുട്ടുന്നത് ഇതാണ്. 12:6 തിരുവചനം. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാ സർപ്പം ഈ കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് വായ തുറന്നു നിൽക്കുമ്പോ ആ സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോയി ഒളിക്കാനായിട്ട് ദൈവം മരുഭൂമിയിൽ ഈ സ്ത്രീക്കൊരു സങ്കേതം ഒരുക്കി കൊടുത്തു. ഇനി ഈ സങ്കേതം എന്ന് പറയുന്നത്, മരുഭൂമി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ്. ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ്. അപ്പോ തിന്മയുടെ ശക്തി ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ വിട്ടുപേക്ഷിച്ചു പോയി ദൈവം ഒരുക്കി കൊടുക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഇടത്തിൽ അഭയം കണ്ടെത്താൻ ദൈവം അവൾക്കൊരു പ്രത്യേക അഭിഷേകം കൊടുത്തേക്കുക. ഒപ്പം നമ്മളത് സഭയോടൊന്ന് ചേർത്ത് ധ്യാനിച്ചു പോവുകയാണ്. ഇത് സഭയുടെ സഹന കാലഘട്ടങ്ങളെ കുറിച്ചുള്ളൊരു പഠനം കൂടിയാണ്. സഭയുടെ സഹന കാലഘട്ടങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് 1260 ദിവസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആ നമ്പറിനൊക്കെ വളരെ അർത്ഥമുണ്ട്. ബൈബിള് കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് തുറക്കാം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 25-ാം തിരുവചനം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 25-ാം തിരുവചനം. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും വരെ അവർ അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. സമയങ്ങളും സമയത്തിന്റെ പകുതിയും എന്ന് വെച്ചാൽ സമയം എന്ന് സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തെ. അപ്പോൾ സമയങ്ങൾ എന്ന് വെച്ചാൽ ബഹുവചനായി 2 വർഷമാണ്. അപ്പൊ എത്ര വർഷമായി? സമയവും സമയങ്ങളും. അപ്പൊ എത്ര വർഷമായി? 3 വർഷം. ഇനി സമയത്തിന്റെ പകുതി എന്ന് വെച്ചാൽ 1 വർഷത്തിന്റെ പകുതി. ഈ 3.5 വർഷം കണക്കൂട്ടി നോക്കുമ്പോ 1260 ദിവസങ്ങൾ. 1260. അതേ പ്രതിപാദനം തന്നെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 7:25 കണ്ടത്. ഇനി ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം. 12-ാം അധ്യായം 7-ാം തിരുവചനം. അവിടെ നമ്മൾ കണ്ടത് അത് സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും വരെ ആയിരിക്കും. അവിടെയും ഈ 1260. ഇനി വെളിപാട് പുസ്തകം 12:14 സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പോകാൻ വൻ കഴുകന്റേതുപോലുള്ള ഒരു ചിറക് അവൾക്ക് നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെ ഈ 3 സ്ഥലത്ത് ദാനിയേലിന്റെ പുസ്തകം 12:7, 7:25, അതുപോലെ തന്നെ നമ്മൾ വെളിപാട് പുസ്തകം 12:14 നമ്മൾ കണ്ടുമുട്ടുന്നത് ഇങ്ങനെയാണ്. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതി എന്ന് വെച്ചാൽ 1260 ദിവസങ്ങൾ. അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന വ്യക്തിയുടെ ഭരണത്തിന് കീഴിൽ ദൈവത്തിന്റെ ജനം അനുഭവിച്ചിരുന്ന ക്ലേശങ്ങളുടെ ഒരു കാലഘട്ടം. പഴയ നിയമത്തിൽ അതാണ് ഈ ക്ലേശങ്ങളുടെ കാലഘട്ടം. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മതമർദ്ദനങ്ങളുടെ കാലഘട്ടത്ത് സഭയ്ക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു.
ആ ഒരു കാലഘട്ടത്തെ അതായത് സഹനം അതിന്റെ ക്ലൈമാക്സ് എത്തുന്ന ഒരു അവസ്ഥയാണ് ഈ 1260 ദിവസം. ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ വീണ്ടും വെളിപാട് പുസ്തകം അധ്യായം 12 തന്നെ കടന്നു വരികയാണ്. ഏതായാലും ഓർത്തിരിക്കുക, സഹനങ്ങളുടെ കാലഘട്ടം മുഴുവൻ സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തനിക്കുണ്ടാകുന്ന ക്ലേശത്തിന്റെ കാലഘട്ടം മുഴുവൻ താമസിക്കാൻ വേണ്ടി ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ഇടം മരുഭൂമിയിൽ ദൈവം ഈ സ്ത്രീക്ക് ഒരുക്കി കൊടുത്തു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടുമുട്ടുന്നത്, നമ്മൾ ഈ വചനം വ്യാഖ്യാനിക്കുകയാണ്. വെളിപ്പാട് 12:14 അല്പം മുമ്പ് വായിച്ചു കേട്ടതാണ്. വെളിപാടിന്റെ 12-ാം അധ്യായം 14-ാം തിരുവചനം. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സർപ്പം നമ്മൾക്കറിയാം, തീർച്ചയായിട്ടും സംശയമില്ല, തിന്മയുടെ പ്രതീകമാണ്. ഉൽപ്പത്തി പുസ്തകം അധ്യായം 3:16 തിരുവചനം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 3:16 തിരുവചനം. അവിടെ നമ്മൾ വായിക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പപ്പ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഈ ഉൽപ്പത്തി 3:16 പരിശുദ്ധ അമ്മ പ്രവചനാത്മകമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്നെന്ന്. പ്രവചനാത്മകമായിട്ട് പരിശുദ്ധ അമ്മ ഈ ഉൽപ്പത്തി 3:16 എന്ന് വെച്ചാൽ നീയും സ്ത്രീയും തമ്മിൽ, ഇവിടെ വിവക്ഷിക്കുന്ന സ്ത്രീ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള വിവക്ഷ അവിടെ ഉണ്ട് എന്ന് ജോൺ പോൾ രണ്ടാമന്മാർ പപ്പ പറയുകയാണ്. അപ്പൊ നീയും സ്ത്രീയും തമ്മിലും, ഇതൊക്കെ സർപ്പത്തോടാ പറയുന്നത്. സർപ്പം പിശാചാണെന്നറിയാം. ആദിമ സർപ്പം, ആദ്യ മാതാപിതാക്കന്മാരെ പ്രലോഭിപ്പിച്ച് പാപത്തിന് അടിമയാക്കിയ സർപ്പം. നീയും സ്ത്രീയും തമ്മിലും എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും എന്ന് വെച്ചാൽ യേശു തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, യേശു നിന്റെ തല തകർക്കും. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം അവിടെ കിടക്കുന്നത്. ഇതാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വെളിപാട് 12:14 തിരിച്ചു വരികയാണ്. ഈ സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് 12:6 നമ്മൾ കണ്ടു. ദൈവം ഒരു സങ്കേതം അവൾക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന്. ആ സങ്കേതത്തിലേക്ക് രക്ഷപ്പെട്ട് നടന്നു പോകാനല്ല, ഓടിപ്പോകാനല്ല, മറിച്ച് പറന്നു പോകാൻ വേണ്ടി വൻ കഴുകന്റേതുപോലുള്ള 2 ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്രയേറെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ, ഒരല്പം പോലും പാപത്തിന്റെ കറയേക്കാതെ, അല്പം പോലും തിന്മയുടെ ബന്ധനമേൽക്കാതെ രക്ഷപ്പെട്ടോടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീക്ക് ഈ വൻ കഴുകന്റേതുപോലുള്ള ചിറക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വായിച്ചു കേൾക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അപ്പൊ നമ്മൾ കണ്ടുവരുന്നത് മുഴുവൻ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കപ്പെടുന്നു. ഇതാ യുദ്ധത്തിൽ പരാജയപ്പെട്ട അവസ്ഥ, പരാജയം കഴിഞ്ഞു കഴിയുമ്പോൾ ഇതാ സർപ്പം, ദുഷ്ടപിശാച് ഈ സ്ത്രീയെ, പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി വാ തുറന്നു നിൽക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 12:14 എത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നു പോകാൻ ഒരു ചിറക് ഈ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം കൂടെ മുന്നോട്ട് പോകുക. അല്പം കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ 12-ാം അധ്യായം 17-ാം തിരുവചനം, 17-18 തിരുവചനങ്ങൾ, അവസാനത്തെ 2 വചനങ്ങൾ അധ്യായത്തിലെ, വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ 17-18 തിരുവചനങ്ങൾ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. അതായത് എന്ത് ചെയ്തിട്ടും ഇവളെയോ ഇവളുടെ പുത്രനെയോ തകർക്കാനായിട്ട് ഈ ദുഷ്ടപിശാചിന് പറ്റണില്ല. അപ്പോ സർപ്പത്തിന് ദേഷ്യം വന്നു. എന്നിട്ട് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ ശേഷിക്കുന്ന മക്കളോട് യുദ്ധം ചെയ്യാൻ ഈ ദുഷ്ടസർപ്പം പുറപ്പെട്ടു. ആരാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ
ആ സ്ത്രീയുടെ ശേഷിക്കുന്ന മക്കൾ ഒന്നോടെ ചിന്തിച്ചോ. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ ആ സ്ത്രീയുടെ ശേഷിക്കുന്ന മക്കൾ ആരാണ്? നമ്മളെല്ലാവരും, ഞാനും നിങ്ങളൊക്കെ ആ അമ്മയുടെ മക്കളാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളൊക്കെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാനും നിങ്ങളൊക്കെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്വർഗത്തിലും തോറ്റു രക്ഷയില്ല. ദുഷ്ടപിശാചായിട്ട് ഈ ലോകത്തില് ഇഴയാനായിട്ട് വിധി ഇതാ വന്ന് ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരുന്നു. അതിനെയും പറ്റിയില്ല. ഇപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞപ്പോ ഈ ദൈവത്തിന്റെ കൽപ്പന പാലിക്കുക, യേശുവിന് സാക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീയുടെ ബാക്കി ശേഷിക്കുന്ന മക്കള് ആയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ പുറപ്പെട്ടു. 18-ാം വചനം ഇതാണ്: അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. സമുദ്രത്തിന്റെ മണൽത്തിട്ട എന്ന് വെച്ചാൽ ഭൂമിയിലെന്നാണ് അർത്ഥം. അതായത് ഭൂമിക്കടിയിൽ സമുദ്രമാണല്ലോ. അപ്പോൾ സമുദ്രത്തിന്റെ മണൽത്തട്ടയിൽ നിലയുറപ്പ് എന്ന് വെച്ചാൽ ഈ ലോകത്തില് തിന്മയുടെ ശക്തി നമ്മുടെ ചുറ്റും ഉണ്ട്. ഞാൻ തുടക്കത്തില് വെറുതെ പറഞ്ഞതല്ല. അന്ധകാര ശക്തികൾക്കെതിരെ പടവെട്ടാൻ വലിയൊരു അഭിഷേകം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവളുടെ ശരീരത്തിൽ ജന്മപാപത്തിന്റെയോ കർമ്മപാപത്തിന്റെയോ കറ അല്പം പോലും പുരളാത്തത് കൊണ്ട്, അതീവ വിശുദ്ധമായതുകൊണ്ട്, അവളിൽ തിന്മ അല്പം പോലും ഇല്ലാത്തതുകൊണ്ട് ആ ശരീരത്തെ ഈ ലോകത്തിലെ പുഴുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ദൈവം തിരുമനസ്സായില്ല. പിന്നെയോ അവളെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തെന്ന സഭ പഠിപ്പിക്കുന്നത്. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. അതായത് അവളുടെ ശരീരം മുഴുവൻ വരപ്രസാദത്തിന്റെ തികവ്. വരപ്രസാദം ആത്മാവിലാണെന്ന് നമുക്കറിയാം. പക്ഷെ ആത്മാവ് മുഴുവൻ വരപ്രസാദം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോ ആ വരപ്രസാദത്തിന്റെ തികവ് ശരീരത്തിലേക്കും വ്യാപിക്കുക. നമ്മൾ കർമ്മന്മാരെ പഠിപ്പിച്ചിട്ടില്ലേ? മുല്ലപ്പൂമ്പൊടി എത്തിക്കിടക്കും കല്ലിന് കൊണ്ട് സൗരഭ്യം. ആത്മാവിനുണ്ടായിരുന്ന വരപ്രസാദത്തിന്റെ തികവ് അത് ശരീരത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞപ്പോ ആ ശരീരത്തെ ഈ ലോകത്തിലെ പുഴുക്കൾക്ക് അരിക്കാൻ പറ്റിയില്ല. സുഭഗതയാർന്ന ശരീരങ്ങൾ എന്നൊക്കെ പറയുന്നതിന്, സുഭഗതയാർന്ന ശരീരങ്ങൾ. അതുകൊണ്ട് ഈ ശരീരത്തെ ഉടലോടെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു. അത്രയേറെ നിർമ്മലയാണ് നമ്മുടെ അമ്മ. അത്രയേറെ നിർമ്മലയായ, പാപത്തിന്റെ കറ അല്പം പോലും ഇല്ലാത്ത അമ്മയല്ലാതെ മറ്റാരാ തിന്മയുടെ ശക്തികൾക്കെതിരെ പടവെട്ടാൻ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്? വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് തീർത്താൽ തീരാത്ത രീതിയിൽ വിശേഷണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്തുകൊണ്ടാ വൈദികളുടെ റാണിയായിട്ട് പറയുന്നത്? എന്തുകൊണ്ടാ കന്യകകളുടെ രാജ്ഞിയായിട്ട് പറയുന്നത്? ഇതൊക്കെ തിന്മയുടെ ശക്തികൾക്കെതിരെ പടവെട്ടി വിശുദ്ധിയോടെ നിൽക്കാൻ അമ്മ നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന്റെ റാണിയായിട്ട് എന്തുകൊണ്ടാ പരിശുദ്ധ അമ്മയെ പറയുന്നത്? മറ്റൊന്നുമല്ല, സകല ദുഷ്ടപിശാചിന്റെ ശക്തികളെയും വെറുത്തുപേക്ഷിച്ചിട്ട് വിശുദ്ധിയോടെ കുടുംബത്തെ ചേർത്ത് നിർത്താനായിട്ട് അമ്മ സഹായിക്കും. ഇതുകൊണ്ട് നമ്മൾ ഈ അമ്മയ്ക്ക് അന്ധകാര ശക്തികൾക്കെതിരെ പടവെട്ടാൻ പ്രത്യേക ഒരു അഭിഷേകമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ ഈ തിന്മയ്ക്കെതിരെ പടവെട്ടാൻ ഒരു വലിയ ആയുധം കൂടി പരിശുദ്ധ അമ്മ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വലിയ ആയുധം കൂടി. അത് എന്ത് ആയുധമാണ്? ജപമാല. ശക്തമായ ആയുധം. ഇന്ന് ഒക്ടോബർ 2-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ജപമാല മാസത്തിന്റെ 2-ാമത്തെ ദിവസ. ഞാനൊരു ചെറിയ ചിന്ത, ഇത് ദൈവശാസ്ത്രപരമൊന്നുമല്ല, സാധാരണ ചിന്ത, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, ഇത് ദൈവശാസ്ത്രപരമായ വിഷയമല്ല, ഒരു സാധാരണ ചിന്ത മാത്രം. ഞാൻ പറഞ്ഞു, തിന്മയുടെ ശക്തിക്കെതിരെ പടവെട്ടാനുള്ള അഭിഷേകം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതിന് വളരെ പവർഫുൾ ആയിട്ട് വളരെ ശക്തമായ ഒരു ആയുധം തന്നിട്ടുണ്ട്. ആ ആയുധമാണ് ജപമാല. അടുത്ത ചോദ്യം, ജപമാലയില് എത്ര മണിമുത്തുകൾ ഉണ്ട്? ഒരു സാധാരണ ജപമാല
സാധാരണ ജപമാല, പലതരത്തിലുള്ള ജപമാലയുണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ ഉതകുന്ന രീതിയിൽ. സാധാരണ ജപമാലയിൽ എത്ര മുത്തുകളുണ്ട്? 59. ഉറപ്പിച്ചോ എത്രയാണുള്ളത്? നമുക്ക് സംശയം തീർക്കാം. നന്മ നിറഞ്ഞ പറയും 10 പ്രാവശ്യം 5 പ്രാവശ്യം. അപ്പൊ എത്രയായി? 50. ഈ 5 എണ്ണത്തിന്റെ ഇടയിലൂടെ ഓരോ സ്വർഗസ്ഥനായ പിതാവ്, അപ്പൊ 4 എണ്ണം. അപ്പൊ എത്രയായി? 54. തുടക്കത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവ്, അപ്പോ 55. 3 നന്മ നിറഞ്ഞ മറിയം, അപ്പോ 58. ഒരു പിതാവിനും പുത്രനും, അപ്പോ 59. കൺഫ്യൂഷൻ വേണ്ട. 59 മണിമുത്തുകൾ ഒരു ജപമാലയിലുണ്ട്. അത് ഒരു വള്ളിയിൽ ഇങ്ങനെ കെട്ടിയേക്കുക, വെറും വള്ളിയല്ല. സ്നേഹത്തിന്റെ ചരടിൽ 59 മണിമുത്തുകൾ കൂട്ടിക്കെട്ടിയ പ്രാർത്ഥന ആയുധമാണ് ജപമാല. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇനി ഈ നൂലങ്ങട് പൊട്ടിച്ചാലോ? ഈ 59 മുത്തുകൾക്ക് എന്ത് സംഭവിക്കും? അത് 59 ഇടങ്ങളിൽ ചെതറിപ്പോകും. 59 ഇടങ്ങളിൽ ചെതറിക്കിടക്കുന്ന മുത്തുകളെ ഒരുമിച്ച് കൂട്ടി സ്നേഹത്തിന്റെ നൂലിൽ കോർത്തെടുത്തുണ്ടാക്കിയ ഐക്യത്തിന്റെ പ്രാർത്ഥന ആയുധമാണ് ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വലിയ ഐക്യത്തിന്റെ പ്രാർത്ഥനയാണ്, വലിയ ഐക്യത്തിന്റെ പ്രാർത്ഥനയാണ്. ഇനി ഐക്യം തരണത് ആരാണ്? ഐക്യം തരണത് ആരാ? ദൈവമാണ് ഐക്യം കൊണ്ടുവരുന്നത്, അല്ലേ? അല്ലേ? അതെ, ദൈവമാണ് ഐക്യം കൊണ്ടുവരുന്നത്. ഐക്യത്തിന്റെ വിപരീതം എന്താണ്? വിഘടനം അഥവാ വിഭജനം. ആരാണ് വിഘടനം കൊണ്ടുവരുന്നത്? പിശാച്. തിന്മയുടെ ശക്തി വിഘടനം കൊണ്ടുവരുമ്പോൾ ആ തിന്മയുടെ ശക്തിയെ തകർത്തിട്ട് ഐക്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മയ്ക്കും അമ്മ തന്നിരിക്കുന്ന പവർഫുൾ ഇൻസ്ട്രുമെന്റ് ആയ, ശക്തമായ ആയുധമായ ജപമാലയ്ക്കും സാധ്യമാണ്. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നു വരാം. ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ? ആ കുടുംബത്തില് വിഘടനങ്ങൾക്ക് സ്ഥാനമില്ല, വിഭജനങ്ങൾക്ക് സ്ഥാനമില്ല. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളില് സ്വത്തിന് വേണ്ടിയിട്ടും അംഗീകാരത്തിന് വേണ്ടിയിട്ടും ഒക്കെ എത്രയോ പേരെ തമ്മിൽ പടവെട്ടണത്. അപ്പന്റെ അനുഗ്രഹം കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ആങ്ങളെയും പെങ്ങളും, ചേട്ടനും അനിയനും ഒക്കെ തമ്മില്, ചേട്ടത്തെയും അനിയത്തെയും ഒക്കെ തമ്മില് എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിപ്പിളരണത്. വർഷങ്ങളായിട്ട് സംസാരിക്കാതെ നടക്കുന്ന, ഒരേ ഉദരത്തിൽ നിന്ന് വന്ന മക്കളില്ലേ? രക്തബന്ധത്തെക്കാൾ ഉപരിയായിട്ട് സമ്പത്ത് കയറി ഭരിച്ചില്ലേ ചിലരെങ്കിലും? കാരണം എന്ത്? വിഘടനത്തിന്റെ ആത്മാവ് കയറി കൂടിയതാ, വിഘടനത്തിന്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അറിയാം, ഈ അവകാശം കിട്ടുക എന്നൊക്കെ പറയില്ലേ? അവകാശം കിട്ടുക, സത്യം പറഞ്ഞാൽ സ്ഥലവും പൈസയൊന്നും അല്ലല്ലോ അവകാശം എന്ന് പറയുന്നത്. അവകാശം എന്ന് പറഞ്ഞത് എന്താണ്? അപ്പനിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹമല്ലേ? അപ്പനിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹമാണ് ഈ അവകാശം എന്ന് പറഞ്ഞത്. ബൈബിൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, കാർന്നോവന്മാരിലൂടെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അബ്രാഹത്തിൽ നിന്ന് ഇസ്ഹാക്കിന്, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിന്, യാക്കോബ് മരിക്കാൻ നേരത്ത് തന്റെ 12 ഗോത്രങ്ങളെയും വിളിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ കാർന്നവന്മാരിൽ നിന്ന് മക്കളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ആ അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അവകാശം. പിന്നെ കാര്യം അത് മുന്നോട്ട് പോയി കഴിയുമ്പോ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നതാ? കാണാൻ പറ്റുന്ന വല്ല കാര്യമാണോ? അപ്പം വിളിച്ചിട്ട്, മോനെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മകൻ ചോദിക്കൂ, എന്താ അനുഗ്രഹപ്പ? ഇത് കാണാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ അനുഗ്രഹത്തിന് പ്രതീകാത്മകമായിട്ട് കാണാൻ പാകത്തിന് എന്തെങ്കിലും കൊടുക്കണു എന്ന് വെച്ചാ, എന്റെ 5 സെന്റ് സ്ഥലം നിനക്ക് ഇരിക്കട്ടെ. സ്ഥലമൊന്നും അല്ല, സത്യത്തിൽ അത് അനുഗ്രഹ, സത്യത്തിൽ അനുഗ്രഹ. അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുള്ളൂ, 5 ലക്ഷം നിനക്കും 5 ലക്ഷം അനിയനും ഇരിക്കട്ടെ, എന്റെ 5 ലക്ഷം നിനക്ക്.
5 ലക്ഷത്തിന്റെ വിലയല്ല, അതിലിരിക്കുന്ന അനുഗ്രഹമാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അനുഗ്രഹം തരണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ നമുക്ക് തരുന്നത്. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോ മനുഷ്യർക്കൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള അനുഗ്രഹത്തെ കുറിച്ചുള്ള ചിന്ത മാറിപ്പോയി. പുറമേ തരുന്ന ഈ സ്വത്തിനെ കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ഒക്കെ മാത്രമായി ചിന്ത. അനുഗ്രഹത്തെക്കുറിച്ചുള്ള ചിന്ത മാറിക്കഴിഞ്ഞപ്പോഴാണ് കുടുംബങ്ങളിൽ സഹോദരങ്ങളൊക്കെ തമ്മിൽ അടിവെക്കാനും ഇടിവെക്കാനും വെട്ടാനും കുത്താനും ഒക്കെ തുടങ്ങിയത്. കാരണം അവര് ലൗകികമായിട്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങി, അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. തിരിച്ചറിയേണ്ട ഒന്നാമത്തെ സത്യം, അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരു സെന്റ് സ്ഥലം പോലും നമ്മൾ സ്വന്തമാക്കരുത്. അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ പിടിച്ചു പറിച്ചുകൊണ്ടൊന്നും നേരെയാകാൻ പോണില്ല. അനുഗ്രഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരിടത്ത് എത്തുകയില്ല. വലതുകാരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ സഹോദരങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കിട്ടേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ അല്പം തുക, അത് അപ്പനെയും അമ്മേനെയും പ്രായമായ അപ്പനെയും അമ്മേനെയും പറ്റിച്ചിട്ട് നമ്മൾ കൈവശമാക്കിയാൽ അതുകൊണ്ടും രക്ഷപ്പെടില്ല. കാരണം അവിടെയും അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ല. അതിനകത്ത് അനുഗ്രഹമില്ലാതെ കിട്ടുന്നതൊന്നും വേണ്ട. അപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തില് ജ്യേഷ്ഠ, എനിക്ക് തോന്നുന്നു വിദ്വേഷത്തിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ രക്തബന്ധത്തിൽപ്പെട്ടവർ തന്നെയാണ്. രക്തബന്ധത്തിൽപ്പെട്ടവര് ഈ സ്ഥാപക ജംഗമ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പടവെട്ടുന്നു. പ്രിയമുള്ളവരെ, ഈ വിഘടനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പിശാച, തിന്മ കൊണ്ടുപോയി തരുന്നതാ. ഈ തിന്മയുടെ ശക്തിക്കെതിരെ പടവെട്ടാനുള്ള വലിയ ആയുധമായി ജപമാല. നമ്മുടെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് മുട്ടിന്മേൽ നിന്ന് വിരിച്ച കരങ്ങളിൽ ജപമാല എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്ന രംഗങ്ങളുണ്ടോ? ഉറപ്പിച്ചോ, ആ കുടുംബത്തിലെ മക്കളെ തിന്മയുടെ ശക്തിക്ക് കയറി ഭരണം നടത്താനോ വിഘടനത്തിന്റെ ആത്മാവിന് ആ കുടുംബത്തെ തകർത്ത് കളയാനോ സാധിക്കുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.